എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ട് എൻ്റെ കഷ്ടകാലം തുടങ്ങി എന്ന് പറയാം. പിന്നീട് സത്യം പറയാലോ, ഈ BJP-ക്കാരും RSS-കാരും തന്നെ അതിൽ എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം. കുറേ BJP-യിലും RSS-ലും ഒക്കെ ഉള്ള ആൾക്കാർ നിരന്തരം എന്നെക്കുറിച്ച് വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന് പൈ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വിഷുക്കണി ഒരുക്കിയത് ആരോ കണി ഒരുക്കി, അത് എൻ്റെ പേരിലേക്ക് എടുത്തിട്ട് അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ശശികല ടീച്ചർ ഇട്ട്. അപ്പം ഞാൻ ശശികല ടീച്ചറെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ ഞാനൊന്നല്ല കണി ഒരുക്കിയത്, ആരോ കണി ഒരുക്കിയെടുത്ത് ഞാനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രമേലേ വിചാരിച്ചിട്ടുള്ളൂ, കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന്. അപ്പോൾ ചിലർ ചോദിക്കും, ഭക്തി എന്തിനും മറ്റുള്ളവരെ കാണിക്കണമെന്ന്. അങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാൻ വേണ്ടി എൻ്റെ മതത്തിൽ അത്രമേൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അവർ കാണുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകണേ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനെയൊക്കെ നെഗറ്റീവാക്കിയിട്ട് ഇവർ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യകാലത്ത് നിങ്ങൾ ഈ കണ്ണന്റെ പടം വരയ്ക്കാൻ തുടങ്ങുന്നു, ഇങ്ങനെ നിങ്ങളുടെ മതത്തിലെ ആളുകളെ തള്ളി പറയുന്നു, അപ്പോൾ വലിയ സ്വീകാര്യതയായിരുന്നു അല്ലേ? ഇപ്പൊ RSS-ന്റെ നേതാക്കളായാലും അല്ലെങ്കിൽ പ്രവർത്തകരോ BJP-ക്കാരൊക്കെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു ഇല്ലേ? പിന്നീട് അത് എന്താണ് ഈ കൈവിടാനുള്ളൊരു കാരണം? അവർ പൂർണ്ണമായും നിങ്ങളെ തള്ളി പറയാനുള്ള കാരണം? ഞാനൊരു കാര്യം പറയട്ടെ, ഈ RSS BJP എന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട് നേതാക്കന്മാരുമായിട്ട്. ഇപ്പം സുരേഷ് ഗോപി ആണെങ്കിൽ എനിക്ക് നല്ല സൗഹൃദമാണ്, അതേപോലെ MT രമേശ് ഏട്ടന്, അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ, കുമ്മനം രാജശേഖരേട്ടൻ, ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ്. ഈ RSS-ന്റെയും BJP-ന്റെയും നേതാക്കന്മാരല്ല എന്നെ ഇതാക്കുന്നത്, അണികള് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഞാൻ RSS-കാരിയാണ് അല്ലെ ഞാൻ BJP-കാരിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവരാണ് എന്നെ ഉപദ്രവിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇവിടെ വീടിന് മുമ്പിൽ ആദ്യം ഓടിയെത്തിയത് ഈ അടുത്തുള്ള BJP ആൾക്കാർ തന്നെയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ നേതാക്കന്മാരുടെ അടുത്ത് നിന്ന് ഇതുവരെ എന്നോട് ഒരു മുഷിപ്പ് രീതിയിൽ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷെ RSS-ഉം BJP ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അവർ നിരന്തരം എന്നെക്കുറിച്ച് പോസ്റ്റ് ഇട്ട് ഇല്ലാത്ത കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞ് ഞാൻ തെറ്റുകാരിയാണ് എന്ന് വരുത്തി തീർക്കണമെന്നുള്ള വാശിയോടുകൂടെ നടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ഇവർക്ക് ആർക്കും ഇഷ്ടമായില്ല പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തത്. ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം എനിക്ക് കിട്ടി. അപ്പൊ അവരൊക്കെ പറയുന്നത് പ്രധാനമന്ത്രിക്ക് കാണാനല്ലേ, ഇപ്പോൾ അത് ഞങ്ങൾക്കൊണ്ടും പറ്റും. പക്ഷെ പറ്റുന്നവർ പറയുന്നേ ഉള്ളൂ, അവരിതുവരെ പോയിട്ടില്ല. അതിന്റെ നമ്മുടെ നാട്ടിൻപുറത്ത് പറയാച്ച കുശുമ്പ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കുറച്ച് സ്ത്രീകൾ ഉള്ളത് പറയാലോ, BJP ആണ് RSS ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകൾ നിരന്തരം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ ഒരു തെറ്റ് പറ്റിയെന്ന് ഞാൻ തുറന്നു പറയുന്നു, ആ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ അവർക്ക് തെറ്റ് പറ്റിയല്ലോ, ആ പറ്റ് അവർക്ക് എങ്ങനെയാന്ന് പറഞ്ഞു അതുമ്മലിങ്ങനെ ചൊറിഞ്ഞ് ഞാൻ മോശക്കാരിയാണ് എന്ന് അവരങ്ങ് തീരുമാനിച്ചതാ. അവർക്കത് അങ്ങനെ ആവാവൂ എന്ന് നടക്കുന്ന കുറച്ച് BJP-ന്റെ RSS-ന്റെ ആൾക്കാർ.